ഇതെൻ്റെ വല്യമ്മാവൻ. ഞാൻ പേര് പറയേണ്ട ആവശ്യമില്ല, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇത് അമ്മായി പത്മജ എന്നാണ് അമ്മായിയുടെ പേര്. അമ്മായി എന്നെ രാഗരത്നത്തിൽ പോയത് വളരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കവിതാ റൗണ്ടിൽ അതിൽ ഓരോ വരികളൊക്കെ അമ്മായിയാണ് സെലക്ട് ചെയ്തത്. ഇത് മീനു, നമ്മുടെയൊക്കെ മീനുക്കുട്ടി. പിന്നെ കാത്തു ചേച്ചി, എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്ത കാത്തു ചേച്ചിയാണ്. എല്ലാ റൗണ്ടും പറഞ്ഞ് താത്തയും കാത്തു ചേച്ചിയും, താത്താണ് വിളിക്കുന്നത്, കാത്തു ചേച്ചി അമ്മായി എല്ലാവരും ഇവിടുത്തെ എല്ലാവരും എൻ്റെ റൗണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. നന്നായെങ്കിൽ നന്നായെന്ന് പറയും, കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലെന്ന് തന്നെ പറയും. വളരെ വാസനയുള്ളൊരു കുട്ടിയാണ്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ 4ാമത്തെ ജനറേഷനാണ്. തെറ്റുകുറ്റങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ഈ പ്രായത്തിലുള്ളൊരു കുട്ടിക്ക് പാടാവുന്നതിൻ്റെ മാക്സിമം പാടുന്നത് കേട്ടു. അത് ഞങ്ങൾക്കൊക്കെ ഒരു അഭിമാനമാണത്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളൊക്കെ അഭിമാനിക്കുന്ന ഒരു പാട്ടുകാരനായിട്ട് വരട്ടെ. അതിന് ഈശ്വരനെ അനുഗ്രഹിച്ചിട്ട് ഗുരുത്വവും ഈശ്വരാധീനവും ഒരുപാട് വേണ്ടൊരു കലയാണ് സംഗീതം. അതുകൊണ്ട് ഇതിൻ്റെ ഒരു അവസാനം കണ്ടെത്തി എന്നൊന്നും പറയാനൊക്കത്തില്ല. ഇനി ഒരുപാട് പാടാനുള്ള ആരോഗ്യവും ഈശ്വരാധീനവും ഗുരുത്വവും അവന് കൊടുക്കട്ടെ. അത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞങ്ങൾ വിചാരിക്കും. ഇവർ കൂടാതെ രാജേട്ടനുണ്ട്. രാജേട്ടൻ ഇപ്പോൾ മദ്രാസിൽ പ്രിയദർശൻ സാറിൻ്റെ സ്റ്റുഡിയോയിലാണ് വർക്ക് ചെയ്യുന്നത്. സൗണ്ട് എഞ്ചിനീയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ചേട്ടൻ വളരെ സപ്പോർട്ടാണ്. ചേട്ടന് അവിടെ ഇതുപോലെ ഒരാളുണ്ട്, ഗൗരി പാർവതി എന്നാണ് പേര്. അവളും മദ്രാസിലാണ്. പിന്നെ മഞ്ജു ആൻറ്റിയുണ്ട്. അവൻ്റെ ആദ്യത്തെ ഒരു സ്റ്റേജ് പ്രോഗ്രാം എന്ന് പറയുന്നത് മാൽവേനസ് കോളേജിൻ്റെ കോളേജ് യൂണിയൻ ഇനോഗ്രേഷൻ. അത് ശരിക്കും ഉദ്ഘാടനം ചെയ്യുന്നത് ഹരിശങ്കർ, എൻ്റെ അനന്തരവനാണ് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ആണ് അവനെ ആദ്യം സ്റ്റേജിൽ കയറ്റുന്നത്. അന്ന് അവനെ സ്റ്റേജിൽ കയറ്റിയ സമയത്ത് ഓഡിയൻസിന്, കുട്ടികൾക്കൊന്നും അയ്യോ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു വിളിയും, പിന്നെ അതിനുശേഷം അവനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു കസേരയൊക്കെ എടുത്തിട്ട് അതിൻ്റെ പുറത്ത് നിർത്തി മൈക്കെടുത്ത് കൈ കൊടുത്തപ്പോൾ മൈക്കിനും അവനും ഒരേ വലിപ്പമാണ്. അത്രേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ആദ്യത്തെ സ്റ്റേജ് പ്രോഗ്രാം പാടുന്ന സമയത്ത്. അതിമനോഹരമായിട്ട് അന്നേ പാടി അവൻ. ഈ രാഗരത്നം എന്ന പരിപാടിയിൽ വളരെ, എനിക്ക് തോന്നുന്നു അവൻ തന്നെ ആയിരിക്കും. എൻ്റെ ആഗ്രഹം അതാണ്, എൻ്റെ പ്രാർത്ഥന അതാണ്. അവൻ എൻ്റെ എല്ലാവിധ ആശംസകളും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും അവന് വേണ്ടി ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നു. ചില വൈകുന്നേരങ്ങളിലൊക്കെ അച്ഛൻ്റെയും അമ്മയുടെയും സുഹൃത്തുക്കളുമായി ഒരു ഒത്തുചേരലുണ്ട്. ആ ഒരു വേളയിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവരെയൊക്കെ പരിചയപ്പെടാം. ഇത് ബാലമുരളി സാറ്, ഇത് സാറിൻ്റെ മോൻ കേശു ഗോവർദ്ധനൻ എന്നാണ് പേര്. പിന്നെ ഇത് വിമല ആൻറ്റി. പിന്നെ ഞാൻ ഇതിൽ വരാൻ കാരണം തന്നെ വിമല ആൻറ്റിയാണ്, നേരത്തെ പറഞ്ഞാൽ അറിയാമല്ലോ. പിന്നെ ഇത് ലേഖ ആൻറ്റി, നമ്മുടെ കമ്പ്യൂട്ടർ, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടറിൻ്റെ, അതല്ലാതെ ഇവിടുത്തെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ സംഗീതഭാരതിയിലെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ലേഖ ആൻറ്റിയാണ്. ഇത് രഞ്ജിനി അമ്മായി, എൻ്റെ ഗുരുവും കൂടിയാണ് രഞ്ജിനി അമ്മായി. എന്നെ ആദ്യത്തെ ഈ രാഗരത്നത്തിലെ റൗണ്ടായിരുന്ന സുരരാഗ സ്വാതി പ്രവാഹം ആ റൗണ്ട്, പിന്നെ കീർത്തനം റൗണ്ട്, ഈ റൗണ്ടിലൊക്കെ രഞ്ജിനി അമ്മായി ആയിരുന്നു എന്നെ പഠിപ്പിച്ചത്. അതുകൂടാതെ കൊച്ചിലേ തൊട്ടേ അമ്മമ്മയുടെ ശിഷ്യയും കൂടിയാണ് രഞ്ജിനി അമ്മായി. കൊച്ചിലേ തൊട്ടേ ഞാൻ അപ്പുറത്ത് പോയി രഞ്ജിനി അമ്മായിയുടെ പാട്ടൊക്കെ കേൾക്കാറുണ്ട്. പിന്നെ ഇത് സിന്ധു ടീച്ചർ ഇപ്പോൾ കോളേജിൽ വർക്ക് ചെയ്യുന്നു. ഇത് ഗീത അലി, നമ്മുടെ ഫോക്ക് താരമാണ് ഇവിടുത്തെ. ഹരിശങ്കറിൻ്റെ കുടുംബമായിട്ട് വളരെ വർഷങ്ങളായിട്ടുള്ള അടുപ്പവും ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ അച്ഛനും അമ്മയും ഓമനക്കുട്ടി ടീച്ചറും ഒക്കെ ആയിട്ട് ഒരേ സമയത്ത്
അക്കാഡമിയിൽ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ ഞാൻ ടീച്ചറിൻ്റെ ശിഷ്യനാണ്. ഹരിശങ്കറിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനായിട്ട് ഇപ്പോൾ തന്നെ ഹരിശങ്കറിൻ്റെ കഴിവുകൾ നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞു. പിന്നെ എപ്പോഴും പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് ഹരിശങ്കർ. ഈ അടുത്ത സമയത്ത് ഞാൻ ഹരിശങ്കറിൻ്റെ കൂടെ ഒരു ഹോസ്പിറ്റലിൽ ഹരിശങ്കറിൻ്റെ ബന്ധു അവിടെ കിടക്കുകയുണ്ടായി. അവിടെ ചെന്നപ്പോഴും അവിടെ ഇരുന്ന് ഹരിശങ്കർ പാടുകയാണ്. സത്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. കാരണം അതിനോടുള്ള ആ സ്നേഹവും അതിനോടുള്ള താല്പര്യവും ആ കുട്ടിക്ക് വളരെയധികം ഉണ്ട്. എൻ്റെ എല്ലാവിധ ആശംസകളും എൻ്റെ കൊച്ചനിയന് ഞാൻ നേരുകയാണ്. ഞാൻ ശരിക്കും പാലക്കാട് നിന്നുള്ള ആളാണ്. മോമനക്കുട്ടി ടീച്ചറെ അടുത്ത് പഠിക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് മാത്രം പാലക്കാട് നിന്ന് ഇവിടെ വന്നതാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു ടീച്ചർ സ്റ്റുഡൻ്റ് എന്നൊരു ബന്ധം മാത്രമേ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ടീച്ചർ, മോളുടെ ഹസ്ബൻഡ്, പ്രത്യേകിച്ച് ടീച്ചറുടെ കൊച്ചുമോൻ. ഞാൻ അന്ന് തൊട്ട് 4 കൊല്ലം ഞാനിവിടെ വന്നിട്ട് അന്ന് തൊട്ടേ ഞാൻ മോനെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ടീച്ചർ ഓരോ കാര്യങ്ങൾ എന്നെ പഠിപ്പിക്കുമ്പോഴും അതിലെന്താണ് തെറ്റ്, അതിൽ ഞാൻ എങ്ങനെ പാടണം, ദൈവതം, നിഷാദം ഓരോ രാഗത്തിനും എങ്ങനെ ഉപയോഗിക്കണം, അത് ശ്രുതി എങ്ങനെ ചേർത്തണം, താളം, പിന്നെ മനോധർമ്മത്തിൽ അവൻ കുറച്ചൊക്കെ ഇങ്ങനെ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ അന്ന് തൊട്ടേ ഞാൻ അവൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവനെ എങ്ങനെ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുപ്പിക്കണം എന്നുള്ള എൻ്റെ മനസ്സിൽ വളരെയധികം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഇവരാണെങ്കിൽ ആ കോമ്പറ്റീഷനെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഭാഗ്യത്തിന് അല്ലെങ്കിൽ അവൻ്റെ ഭാഗ്യത്തിന് ഒരു കോമ്പറ്റീഷൻ വന്ന രാഗരത്നം. അപ്പോഴും ഞാൻ ടീച്ചറോട് പറഞ്ഞു, ലക്ഷ്മിയോട് പറഞ്ഞു. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു വേണോ ചേച്ചി ചോദിച്ചു. നമ്മൾ എന്തായാലും അവനെ കോമ്പറ്റീഷനെ പങ്കെടുപ്പിച്ചേ മതിയാവും. അപ്പോൾ എങ്ങനെയാണ്, അപ്പോൾ ഞാൻ ഇവരറിയാതെ തന്നെ എൻ്റെ ഫോണിൽ നിന്ന് SMS ചെയ്തു, എന്നെ രജിസ്റ്റർ ചെയ്തു. അങ്ങനെയാണ് ഈ രാഗരത്നത്തിൻ്റെ തുടക്കം. ഞാൻ ഇവരറിയാതെ രജിസ്റ്റർ ചെയ്തിട്ട് ഞാൻ ലക്ഷ്മിയെ വിളിച്ച് പറയുമായിരുന്നു ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം. പിന്നെ ഹരിശങ്കറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കഴിവുകളുള്ളൊരു കുട്ടിയാണ്. കാരണം ഈ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ അവൻ വന്നിട്ട് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഒരു 3 കൊല്ലം മുമ്പ് തന്നെ സീനിയേഴ്സിൻ്റെ ക്ലാസ് എടുക്കുമ്പോഴും അവൻ വന്നിട്ട് അമ്മമ്മ അത് പാടിയത് ശരിയായില്ല, ഓരോ കുട്ടികളെയും അവൻ വാച്ച് ചെയ്യാറുണ്ട്. അവരത് പാടിയത് ശരിയായില്ല, ഇവരിത് പാടിയത് ശരിയായില്ല, അമ്മമ്മ ഒന്നുകൂടെ പാടിക്കണേ, അവരത് ശ്രുതി ചേർത്തില്ല. ഓരോ രാഗങ്ങൾ പാടിക്കുമ്പോഴും ഓരോ കീർത്തനങ്ങൾ പാടിക്കുമ്പോഴും അപ്പം തന്നെ അവൻ്റെ കഴിവ് എന്താണെന്നുള്ളത് നല്ലോണം അറിയാം നമുക്ക്. ഞാൻ എത്ര പറഞ്ഞാലും പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് മൃദംഗം കൊണ്ടുവന്നിട്ട് അവൻ വായിക്കാനിരിക്കും. അപ്പോൾ അത് ഞങ്ങളുടെ പാട്ടിന് ഒന്നുകൂടെ അത് എന്താ പറയുക, ഒരു ഫ്ലറിഷിങ് ആണത്. ആ പാട്ടിന് വളരെയധികം എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ അവൻ്റെ ഒരു കമ്പനി. പിന്നെ മാത്രമല്ല ടീച്ചറും ഞാൻ കച്ചേരിക്കൊക്കെ പോകുന്ന സമയങ്ങളിൽ ഞങ്ങൾ കാറിൽ ഒന്നിച്ച് യാത്ര ചെയ്യുകയാണെങ്കിൽ കാറിൽ സംഗീതം തന്നെ ആയിരിക്കും. ടീച്ചർ ഓരോ രാഗത്തിൻ്റെ ഇങ്ങനെ തുടക്കം പറഞ്ഞു കൊടുത്ത് അവൻ ഏത് രാഗമാണെന്ന് പറയും. പിന്നെ എനിക്കത് പറഞ്ഞു തരും, ഇന്നതാണ് ഇങ്ങനെയൊക്കെയാണ് പാടേണ്ടത്, രാഗത്തിൻ്റെ ഛായകൾ എങ്ങനെയൊക്കെ പോകണം, എൻ്റെ അത് ശരിയായിട്ടുണ്ടാവില്ല, ഇതിങ്ങനെ കറക്റ്റ് ചെയ്ത് പാടണം. അങ്ങനെ ഒരുപാട് ശംഖുവിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. ശംഖുവിന് കുട്ടിക്കാലം മുതൽ തന്നെ ടീച്ചറിങ്ങനെ ഏത് സ്വരങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഏത് സ്വരം പറഞ്ഞു കൊടുത്താലും അവൻ വളരെ കറക്റ്റായിട്ട് അവൻ പാടും. കുറച്ചുകൂടെ പ്രായമായി വന്നപ്പോൾ ടീച്ചർ പാടാൻ വിളിക്കുമ്പോൾ വരില്ല, ഓടി ഭയങ്കര ബഹളം. അത് കഴിഞ്ഞാൽ ഒരു നിമിഷം കണ്ട് അടുത്ത നിമിഷം ജനലിൻ്റെ മുകളിലായിരിക്കും ഇരിക്കുക അവൻ. അങ്ങനെ ഒരു പിന്നെ അടക്കം എന്ന് പറഞ്ഞതില്ല, കുസൃതിയുടെ അങ്ങ് അറ്റമായിട്ടുള്ള ഒരു കുട്ടിയായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. രാഗരത്നം എന്നുള്ള ഈ പരിപാടി തുടങ്ങിയതിന് ശേഷമാണ് അവനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠിത്തം തുടങ്ങിയത്. അവനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവൻ 4 ജനറേഷൻ ഉള്ള ഒരു വളരെ സംഗീത പാരമ്പര്യത്തിൽ കൂടെ വന്ന ഒരു കുട്ടിയാണ്. അതുകൊണ്ട് എല്ലാവിധ ഉയർച്ചകളും അവനിലുണ്ടാവും. അത് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഈ രാഗരത്നത്തിൽ അവൻ ഒന്നാമനായിട്ട് കാണണമെന്ന് ഞാൻ വളരെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ശംഖുവിൻ്റെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കയ്യിൽ ഫിസിക്സ് ടെക്സ്റ്റും പിന്നെ രാഗവും പാടിക്കൊണ്ടാണ് ലെസൺസൊക്കെ പഠിക്കുക. പിന്നെ അതല്ലാതെ ഭയങ്കര ഹ്യൂമറസ് നേച്ചറാണ്. മിമിക്രി, നല്ലൊരു മിമിക് ആർട്ടിസ്റ്റാണ്. എല്ലാവരെയും ഇമിറ്റേറ്റ് ചെയ്യും. നമ്മളൊന്നങ്ങ് മാറിക്കഴിയുമ്പോൾ എല്ലാവരെയും ഇമിറ്റേറ്റ് ചെയ്യുന്നൊരു നേച്ചർ. എവിടെ കച്ചേരിക്ക് പോയിട്ട് വന്നാലും ആരെങ്കിലും അവിടെ ഒരു ടാർഗറ്റ് കാണും അവന്. എന്നിട്ട് തിരിച്ച് വന്നിട്ട് എൻ്റെ അടുത്ത് പറയും. അപ്പോൾ എനിക്ക് ഏറ്റവും ഭയങ്കര നല്ലൊരു കമ്പനിയാണ് ശംഖു. ഞാൻ എൻജോയ് ചെയ്യാറുണ്ട് അവൻ്റെ ഈ ഹ്യൂമറസ് നേച്ചർ. ഈ മോൻ ടീച്ചറിൻ്റെ കുടുംബത്തിൻ്റെ ജന്മസാഫല്യമാണ്, ഞങ്ങൾക്ക് അങ്ങനെ തോന്നുള്ളൂ. ഈ പരിപാടിയിൽ തീർച്ചയായിട്ടും മോൻ തന്നെ ആയിരിക്കും രാഗരത്നമായിട്ട് വരുന്നത്. ഈശ്വരൻ എല്ലാ അനുഗ്രഹവും ഉണ്ടാക്കി കൊടുക്കട്ടെ. രാഗരത്നം പരിപാടി നല്ലൊരു പ്രോഗ്രാമാണ്. അതിലേക്ക് ശംഖു കടന്നു വന്നിരിക്കുന്നു. ശംഖു ആയിരിക്കണം അതിൻ്റെ
വിജയും.